എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തൊരു വീഡിയോ ആണ്. 2 കൺസ്യൂമർ, 2 ഹൗസ്, അപ്പം ഒരു പമ്പാണുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ 2 പവർ സപ്ലൈയിൽ മേ ബി ഇത് R ഫേസ് ആയിരിക്കാം, അടുത്തത് വന്നിട്ട് Y ഫേസ് ആയിരിക്കാം. അപ്പം നമുക്ക് ഒരു പമ്പ് 2 കൺസ്യൂമർക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അപ്പോൾ അവർക്ക് അതിൻ്റെ ബില്ല് അവർക്ക് സെപ്പറേറ്റ് വരികയും ചെയ്യും. അത് എങ്ങനെയുള്ള ഒരു വയറിംഗ് ആണ് ഇപ്പം ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാനിത് വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൺസ്യൂമർ നമ്പർ 1, ഇത് കൺസ്യൂമർ നമ്പർ 2, ഹൗസ് 1, ഹൗസ് 2 എന്ന് പറയാം. ഇതിൻ്റെ ഔട്ട് ഗോയിങ് ഇൻപുട്ട് ഇവിടെ ഓൾറെഡി ലൂപ്പ് ചെയ്തേക്കുവാണ്, ഒരു സപ്ലൈ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ ഇത് കാണിക്കാനായിട്ട് 2 സപ്ലൈ ആയിട്ട് ഇവിടെ ലൂപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഇതിൻ്റെ ന്യൂട്രൽ 2 2 പോളിൻ്റെ ഒരു MCB ആണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ ഞാൻ നേരെ ഇതിൻ്റെ ഇൻപുട്ടിലും ആ സെയിം അതിൻ്റെ കോയിൽ സപ്ലൈയിലും ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ന്യൂട്രൽ ഫേസും അതുപോലെ തന്നെ ഇൻപുട്ട് കോണ്ടാക്റ്റിലും അതിൽ നിന്ന് നേരെ ലൂപ്പ് എടുത്ത് അടുത്ത കൺസ്യൂമറിൻ്റെ കോണ്ടാക്ടറിൻ്റെ NC വഴി അതിൻ്റെ ഔട്ട് എടുത്ത് നമ്മുടെ ഫസ്റ്റ് കൺസ്യൂമറിൻ്റെ കോയിൽ സപ്ലൈയുടെ കോയിൽ A2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെയിം രണ്ടാമത്തെ കൺസ്യൂമറിൻ്റെ പവർ സപ്ലൈ എടുത്തിട്ട് മെയിൻ ഇന്നിൽ കൊടുത്ത ശേഷം അതിൽ നിന്നൊരു ലൂപ്പ് എടുത്ത് ഫസ്റ്റ് കൺസ്യൂമറിൻ്റെ NC വഴി നേരെ നമ്മൾ ഈ A2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വയറിങ്. താഴെ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ രണ്ടും സെയിം ലൂപ്പ് ചെയ്തേക്കാണ്. ന്യൂട്രൽ ടു ന്യൂട്രൽ, ഫേസ് ടു ഫേസ് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതൊരു മോട്ടറാണ് സങ്കല്പിക്കുക. ഇതൊരു ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് കൊടുത്ത് നോക്കാം. പവർ കൊടുത്തു. ഫസ്റ്റ് കൺസ്യൂമർ സപ്ലൈ വന്നപ്പോൾ മോട്ടർ ഓൺ ആയി. സെക്കൻഡ് കൺസ്യൂമർ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ മോട്ടർ ഓൺ ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കൺസ്യൂമറിൻ്റെ യൂസേജ് കഴിഞ്ഞ് അവർ ഓഫാക്കി. പിന്നെ പമ്പ് റണ്ണിങ് ആണ്. അടുത്ത കൺസ്യൂമർ ഓൾറെഡി ഓണിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കൺസ്യൂമർ ഓഫ് ചെയ്യുമ്പോൾ പമ്പ് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ സെയിം സെക്കൻഡ് കൺസ്യൂമർ ഓൺ ആക്കിയിട്ടു, പമ്പ് റണ്ണായി. ഫസ്റ്റ് കൺസ്യൂമർ ഓൺ ആക്കുമ്പോൾ പമ്പ് ഓണായി, കമാൻഡ് പോയിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ ഇതിൽ റണ്ണിങ്ങിലാണ്. അവർ ഓഫ് ചെയ്താൽ മാത്രമേ അടുത്ത കമാൻഡിൽ ലിങ്ക് ആകത്തുള്ളൂ. ഇതിനകത്തൊരു ഇൻ്റർലോക്ക് വയറിംഗ് ആണ് വരുന്നത്. ഈ കൺസ്യൂമറിൻ്റെ കോയിൽ സപ്ലൈ അടുത്ത രണ്ടാമത്തെ കൺസ്യൂമറിൻ്റെ NC വഴിയാണ് ഇതിൽ കൊടുക്കുന്നത്, തിരിച്ച് റിട്ടേൺ അതുപോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് 2 പേർക്കും സെപ്പറേറ്റ് യൂണിറ്റാണ് യൂസ് ആവുന്നത്. തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഇൻ്റർലോക്ക് കണക്ഷനാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിൻ്റെ ബാക്കിയായിട്ട് ഫുൾ വീഡിയോ 4 കൺസ്യൂമറും അല്ലെങ്കിൽ 5 കൺസ്യൂമർ, 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എണ്ണം ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ 4 കൺസ്യൂമർ വിത്ത് ഓട്ടോമാറ്റിക് കണക്ഷൻ, വിത്ത് സോളിനോട് വാൽവ്, ഫ്ലോ സ്വിച്ച്, ഇതെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.